നമസ്കാരം, ഞാൻ ആദിലക്ഷ്മി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ കേരളത്തിൻ്റെ ഹൃദയഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആ ശബ്ദം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതീയ തത്വചിന്തയുടെ ചുവട് പിടിച്ച് ഉയർന്നു പൊങ്ങിയ ആ ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല. കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ആചാര്യനായ ശ്രീനാരായണ ഗുരു സ്വാമികളുടേതായിരുന്നു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ യവരന്നു സുഖത്തിനായി വരേണം എന്ന വാക്കുകൾക്കപ്പുറം ഏത് സമത്വ ചിന്തയാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്? ഇരുൾ നിറഞ്ഞു നിന്നിരുന്ന കേരള സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ നന്മയുടെയും സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയുമെല്ലാം ആശയങ്ങൾ പകർന്നു നൽകിയ കേരളത്തിൻ്റെ ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരു സ്വാമികളുടെ 170-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും അത്രയേറെ പ്രസക്തം തന്നെയാണ്. ഇംഗ്ലണ്ടിൽ ആരംഭം കുറിച്ച നവോത്ഥാനമെന്ന ആശയം ലോകത്തിൻ്റെ പലയിടങ്ങളിലായി പ്രകമ്പനം കൊള്ളിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും അതുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം. ഇതിനെതിരെ ശബ്ദമുയർത്തുകയും വിദ്യാഭ്യാസത്തിനും നവചിന്താഗതികൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകി. ഗുരു പറയുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരോട് സഹതാപമല്ല, മറിച്ച് അനുകമ്പയാണ് വേണ്ടതെന്ന്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനുകമ്പാ ദശകത്തിലെ ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയും സദാ എന്ന് അദ്ദേഹം എഴുതിയതും. ഒപ്പം തന്നെ ഒരിക്കൽ ഒരു പുലയക്കുടലിൽ തിളച്ചുമറിയുകൊണ്ടിരുന്ന കഞ്ഞിപ്പാത്രം ഇറക്കി വച്ചതിനെ തുടർന്ന് നാണുവിനെ അച്ഛൻ വളരെയധികം ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അത് ഞാനന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് ആ കുടുംബം പട്ടിണിയായേനെയെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയവിശാലതയും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഈ അനുകമ്പയുടെ പാഠങ്ങൾ തന്നെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജാതിഭേദമില്ലാതെ മതദ്വേഷം തീണ്ടാതെ എല്ലാവരും ഒന്നായി കഴിയുന്ന ഒരു നവലോകമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും കരുത്തായി നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ.